ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾച്ചേർത്ത് നവീകരണത്തിൽ അധിഷ്ഠിതമായ AI ഭാവിയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ ദോഷകരമായി ബാധിക്കുന്നതായി സുപ്രീംകോടതി. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സംസ്ഥാനങ്ങൾ ശ്രമിക്കണമെന്നും കോടതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃകാ ടൌൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ. അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ. സർക്കാർ സേവനങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഉൾനാടൻ ഗോത്ര മേഖലകളിൽ ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്ന ട്രൈബൽ ഹബ് മലപ്പുറത്ത് സജ്ജമായി. വനിതാ 2020-ൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 19 റൺസ് ജയം. വാർത്തകൾ വിശദമായി. മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾച്ചേർത്ത് നവീകരണത്തിൽ അധിഷ്ഠിതമായ AI ഭാവിയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ ലീഡേഴ്സ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയും പരസ്പര വിശ്വാസവും കൈകോർക്കുമ്പോൾ നിർമ്മിത ബുദ്ധിയുടെ വ്യക്തമായ സ്വാധീനം ദൃശ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായുള്ള ഇന്ത്യയുടെ വ്യക്തമായ കാഴ്ചപ്പാടാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. സൌജന്യ സൈക്കിൾ, ഭക്ഷണം, വൈദ്യുതി ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ രീതി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ ദോഷകരമായി ബാധിക്കുന്നതായി സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വരുമാന കമ്മി നേരിടുമ്പോഴും സൌജന്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. സൌജന്യങ്ങൾക്ക് പകരം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കേണ്ടതെന്നും കോടതി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃകാ ടൌൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൌൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാടിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും തൊഴിലാളികളുടെയും ഏകോപിതമായ പ്രവർത്തനത്തിലൂടെയാണ് ടൌൺഷിപ്പ് യാഥാർത്ഥ്യമാവുന്നത്. ആകെ 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുള്ള ടൌൺഷിപ്പിൽ ഒന്നാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. ദുരന്തത്തിൽ പൂർണ്ണമായും വീട് നഷ്ടമായ കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നത്. വീടുകൾക്ക് പുറമെ റോഡ്, ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയും ഇതിന്റെ ഭാഗമായുണ്ടാകും. KSRTCയിൽ ടെക്നിക്കൽ മുതൽ എല്ലാ തസ്തികകളിലും പ്രമോഷൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടായാലും ഉദ്യോഗക്കയറ്റം നടപ്പിലാക്കും. 150-ലധികം നിയമനങ്ങൾ ഉടൻ നടത്തും. കേരളത്തിലെ ആദ്യ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം മലപ്പുറം എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി R. ബിന്ദു. പ്രധാൻമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാലയ്ക്ക് ലഭിച്ച 100 കോടി രൂപയുടെ നിർമ്മാണ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിലവാരത്തിൽ ഏറെ മുന്നിലാണെന്നും ശ്രീമതി R. ബിന്ദു പറഞ്ഞു. കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ ചേരും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്താണ് യോഗം. അംഗീകൃത ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ വാളാംതോട്ടിൽ സജ്ജമായി. ദുർഘട മേഖലയിലുള്ള ആദിവാസി നഗറുകളിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ വകുപ്പിന് കീഴിൽ അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ വിവിധോദ്ദേശ കേന്ദ്രമാണ് ഇത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും എത്തിപ്പെടാൻ പ്രയാസമുള്ള ഉൾനാടൻ ഗോത്രവർഗ മേഖലകളിൽ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് ട്രൈബൽ ഹബിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഒരു നൂറ്റാണ്ടുകൊണ്ട് ജീവിതത്തെയും പ്രപഞ്ച വിജ്ഞാനത്തെയും മാറ്റിമറിച്ച ക്വാണ്ടം സയൻസിന്റെ വിസ്മയ ലോകം തുറക്കുന്ന ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷന് തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ തുടക്കമായി. ഈ മാസം 24 വരെ തുടരുന്ന പ്രദർശനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിയക്കോട്.
ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രദർശനത്തിൽ ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷന് പുറമെ വിമൻസ് കോളേജിലെ വിവിധ വകുപ്പുകൾ ഒരുക്കുന്ന എക്സിബിഷനുകളും വിവിധ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകളുമുണ്ട്. ഭാവിയുടെ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന ക്വാണ്ടം സയൻസും സാങ്കേതിക വിദ്യകളും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാക്കും വിധം ലളിതമായാണ് എക്സിബിഷനിൽ അവതരിപ്പിക്കുന്നത്. ക്വാണ്ടം പ്രതിഭാസങ്ങളും സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞരുടെ സംഭാവനകളുമെല്ലാം പ്രദർശനത്തിനുണ്ട്. പരീക്ഷണങ്ങൾ, ഇൻസ്റ്റലേഷനുകൾ, മാതൃകകൾ, പാനലുകൾ, മത്സരങ്ങൾ എന്നിവയും പ്രദർശനത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ ഞായറാഴ്ച. പരിപാടിയുടെ 131 പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പരാതി പരിഹാരത്തിനുപരിയായി ഉപഭോക്തൃകാര്യ വകുപ്പിനെ ശക്തമായ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പ് സംഘടിപ്പിച്ച ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ചും പരാതി നൽകേണ്ട രീതികളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുന്നത് പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ അക്രമ സംഭവങ്ങളിൽ സർക്കാരും പൊതുജനങ്ങളും ഡോക്ടർമാരെ ശത്രുപക്ഷത്ത് നിർത്തരുതെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആരോഗ്യ സ്ഥാപനങ്ങളിൽ അക്രമവും ഭീഷണിയും സൃഷ്ടിക്കുന്ന പ്രവണതകൾ പൊതുജനാരോഗ്യ സംവിധാനത്തിന് ഗുരുതര ഭീഷണിയാണെന്ന് IMA മുന്നറിയിപ്പ് നൽകി. സംഭവത്തിൽ KGMOയെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പത്മകുമാർ ഹർജി നൽകിയിരിക്കുന്നത്. CISFന്റെ വന്ദേമാതരം തീരദേശ സൈക്ലത്തോണിനെ സംസ്ഥാന അതിർത്തിയിൽ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാജ്യത്തിന്റെ കിഴക്കൻ തീരത്തും പടിഞ്ഞാറൻ തീരത്തും കൂടിയും 2 ടീമുകളാണ് വന്ദേമാതരം സൈക്ലത്തോണിന്റെ ഭാഗമായി പര്യടനം നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്. CISFന്റെ തീരദേശ സൈക്ലത്തോൺ 24-ാം ദിവസമായ നാളെ രാവിലെയാണ് കളിയിക്കവിളയ്ക്ക് സമീപം കേരള അതിർത്തിയിൽ എത്തുന്നത്. പൂവാർ, ശംഖുമുഖം ബീച്ച്, വേളി, വെട്ടുകാട്, തുമ്പ VSSC, വർക്കല, കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിലായിരിക്കും വെള്ളിയാഴ്ച സൈക്ലത്തോൺ എത്തുക. വൈകിട്ട് അഴീക്കൽ ബീച്ചിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കും. പോലീസ്, NCC സംഘങ്ങൾ സൈക്ലത്തോണിൽ പങ്കാളികളാകും. വന്ദേമാതരം സൈക്ലത്തോൺ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് പൊതുജനങ്ങൾക്കും ചെറിയ ദൂരത്തേക്ക് സൈക്ലത്തോണിൽ പങ്കാളികളാകാമെന്ന് CISF അധികൃതർ ആകാശവാണിയോട് പറഞ്ഞു. സൈക്ലത്തോൺ ശനിയാഴ്ച കൊച്ചിയിൽ സമാപിക്കും. കാൻബറയിൽ നടന്ന 2ാം വനിതാ 2020-ൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 19 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടി. ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റിന് 144 റൺസ് എടുത്തു. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്നത്തെ 2ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ സിംബാബ്വേക്ക് 6 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 19.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺ നേടി. മറ്റൊരു മത്സരത്തിൽ രാത്രി 7 മണിക്ക് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ അഫ്ഗാനിസ്ഥാൻ കാനഡയുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് ഈ മാസം 21, 22 തീയതികളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും മൂലമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ പകൽ താപനില വർദ്ധിക്കുന്നു. ഇതോടൊപ്പം അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾച്ചേർത്ത് നവീകരണത്തിൽ അധിഷ്ഠിതമായ AI ഭാവിയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌജന്യങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതി രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തെ ദോഷകരമായി ബാധിക്കുന്നതായി സുപ്രീംകോടതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഒരുക്കുന്ന വയനാട് മാതൃകാ ടൌൺഷിപ്പിന്റെ 1ാം ഘട്ടം ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ SIR-മായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ. അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ. സർക്കാർ സേവനങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഉൾനാടൻ ഗോത്ര മേഖലകളിൽ ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്ന ട്രൈബൽ ഹബ്ബ് മലപ്പുറത്ത് സജ്ജമായി. വനിതാ 2020-ൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 19 റൺസ് ജയം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.